വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനിയുള്ള ദിവസം കൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് പക്കായായിട്ട് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തീർക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വർക്ക്, ഒരു കിടിലൻ ടെക്നിക്ക് ഞാനിവിടെ പറയുവാണ്. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എല്ലാം എങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്, കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലും. അപ്പോൾ ഇത് മുഴുവനും നിങ്ങൾ കണ്ടു നോക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചാൽ ഞാൻ ഉറപ്പ് തരുന്നു ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ, 100 ചോദ്യങ്ങൾ, അതിൽ മാക്സിമം ചോദ്യങ്ങൾ ശരിയാക്കി അതിലൊരു ഉയർന്ന മാർക്കും സ്കോറും മേടിച്ചാൽ ഒരു സർക്കാർ ജോലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ മറ്റൊന്നിനെ കുറിച്ചുമല്ല, ഈ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയെക്കുറിച്ചാണ്. ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ബെവ്കോ LDCയുടെ ഒക്കെ. ആ ബെവ്കോ LDCയുടെ മെയിൻ പരീക്ഷയുടെ സിലബസും ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയുടെ സിലബസിന് തുല്യമാണ്. സോ ഈ രണ്ട് പരീക്ഷയ്ക്കും ഒറ്റ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒറ്റ പരീക്ഷ, ഈ മെയിൻ പരീക്ഷ നന്നായിട്ട് എഴുതി അതിലൊരു ഉയർന്ന മാർക്കും റാങ്കും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, കുറച്ചു കാലമായിട്ട് PSC പഠിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനോ ഒക്കെ ആണെങ്കിലും, ഇനിയുള്ള ദിവസം ആത്മാർത്ഥമായിട്ട് മെനക്കെട്ട് മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്മാർട്ട് വർക്ക് പറയുവാണ്. അത് പ്രകാരം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എക്സാമിന് മുമ്പുള്ള ആ ഒരു 40-50 ദിവസം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ കുറച്ചു കാലമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തുടക്കക്കാരനാണെങ്കിലും ഈ ദിവസങ്ങളാണ് നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു 50-60 ദിവസം മാത്രമാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. സെപ്റ്റംബർ 19-ാം തീയതിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷ ആരംഭിക്കുന്നത്. വിവിധ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. 2ാം ഘട്ടത്തിൽ 3ാം ഘട്ടത്തിലൊക്കെ എഴുതുന്നവർക്ക് കുറച്ച് സമയം കിട്ടും. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് കുറവായിരിക്കുമല്ലോ, ഒരു 40 ദിവസമൊക്കെ കാണത്തുള്ളൂ. എന്തായാലും ഈ ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ വിനിയോഗിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് GK എന്ന് പറയുന്ന സെക്ഷനാണ്. 100 മാർക്കിൻ്റെ ഒരു സിലബസ് ആണ്. GK ഉണ്ട്, സയൻസ് ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ നിരവധി സബ്ജക്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സെക്ഷൻ GK ആണ്. ഈ GKയിൽ നിന്ന് കറണ്ട് അഫേഴ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുവാണ്. അതുപോലെ സയൻസ് വേറെ ആക്കി വെക്കുവാണ്. ബാക്കിയുള്ള GK നമുക്ക് എടുക്കാം. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണം, ഭരണ സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, കലാകായികം, സാഹിത്യം, സംസ്കാരം, അങ്ങനെ നിരവധി സബ്ജക്ട്സ് അടങ്ങുന്ന ഈ GK. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്കുകൾ അടങ്ങുന്ന ഇത്രയും GK ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളതും 1 തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തീരാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു ടോപ്പിക്ക്. കുറച്ച് കാലങ്ങളായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഏകദേശം അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഇനിയിപ്പോൾ 1 പഠിക്കാൻ എന്നാലും തീരാൻ ഇച്ചിരി പാടാണ്. പക്ഷേ നമുക്ക് ഈ 35 മാർക്കിൻ്റെ സെക്ഷനിൽ മാക്സിമം സ്കോർ ചെയ്യുക തന്നെ വേണം. ഈ ഒരു 35 മാർക്ക് നമ്മൾ ആദ്യം അതുകൊണ്ടൊന്ന് മാറ്റി വെക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് കഴിഞ്ഞുള്ള ബാക്കി സെക്ഷൻ ഉണ്ടല്ലോ, സയൻസ്, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യവും പിന്നെ രസതന്ത്രം, ഭൗതികശാസ്ത്രം, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കമ്പ്യൂട്ടറോട് എടുത്താൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനായി. ബാക്കി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ടോട്ടൽ 30 മാർക്കായി. പിന്നെ കറണ്ട് അഫേഴ്സ് 20 മാർക്ക്. ഇത്രയും സെക്ഷനുകളോട് ചേർത്ത് ടോട്ടൽ 65 മാർക്കാണ്. അപ്പോൾ ഈ 65 മാർക്കിൻ്റെ ഇത്രയും സെക്ഷനും 35 മാർക്കിൻ്റെ GK സെക്ഷനും 2 വിഭാഗങ്ങളായിട്ട് ഞാൻ ടോട്ടൽ സിലബസിനെ ഡിവൈഡ് ചെയ്തു. ഈ 2 വിഭാഗത്തിൽ നിന്ന് ടോട്ടൽ ഒരു 80+ മാർക്ക് മേടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്മാർട്ട് വർക്കാണ് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസും അത് നമ്മൾ കോഴ്സിലോട്ട് തരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കയ്യിലുള്ളവർ അത് വെച്ച് പഠിച്ചോളുക. എന്തായാലും ഈ സ്മാർട്ട് വർക്ക് ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ, സയൻസും മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫേഴ്സും ഉൾപ്പെടുന്ന സെക്ഷൻ. ഇതിലെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സയൻസ് ഇത്രയും സെക്ഷനുകൾ നിങ്ങൾ ഫുള്ളായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പക്കായായിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. നമ്മൾ 1 തൊട്ട് പഠിച്ചു തുടങ്ങിയാലും ഓരോ ദിവസവും കുറച്ചായിട്ട് പഠിച്ച് തീർക്കാൻ ശ്രമിച്ചാൽ തീരുന്ന സെക്ഷനാണ് ഇത്രയും പറഞ്ഞ സെക്ഷൻ. ഇത്രയും സെക്ഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും അതുപോലെ നോട്ട്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് കോഴ്സിൽ, നമ്മുടെ ക്രാഷ് കോഴ്സിൽ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ആപ്പിൻ്റെ ലിങ്കൊക്കെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കാം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കോഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് ഫുള്ളായിട്ട് 1 പഠിക്കാൻ ആവശ്യമായുള്ള കണ്ടൻറ്റ് മുഴുവൻ നമ്മുടെ കോഴ്സിലുണ്ട്. കയ്യിലുള്ളവർ അത് വെച്ച് പഠിച്ചോളുക. ഓർക്കുക, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സെക്ഷനുകൾ. ആ കൂട്ടത്തിൽ കറണ്ട് അഫേഴ്സ് കൂടി ഉണ്ട്. കറണ്ട് അഫേഴ്സ് തീർക്കുന്ന കാര്യം ഞാൻ പറയാം. കറണ്ട് അഫേഴ്സ് നമുക്ക് എന്നാലും ഫുള്ള് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സെക്ഷനുകൾ, ഈ 65 മാർക്കിൻ്റെ സെക്ഷനിലെ ഇത്രയും സെക്ഷന് നിങ്ങൾ ഫുള്ളായിട്ട് സിലബസ് കംപ്ലീഷൻ നടത്തണം. ഈ 65 മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 65 മാർക്കിലെ മാക്സിമം സ്കോർ നമുക്ക് മേടിക്കാൻ പറ്റണം. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും വലുതായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിലും PSCD ഇംഗ്ലീഷൊക്കെ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് വൊക്കാബുലറി ഒക്കെ പഠിച്ചാൽ നമുക്ക് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തീർക്കാം. മാത്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇനി പാടുള്ളവരാണെങ്കിൽ അതിലൊരു ആവറേജ് മാർക്ക് പറ്റുന്ന അത്രയും മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് പഠിക്കുക. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. കുറച്ച് അർത്ഥവും പര്യായവും കാര്യങ്ങളൊക്കെ പഠിച്ച്
നൈസായിട്ട് മലയാളം മേടിക്കാൻ പറ്റും. മാത്സും ഇംഗ്ലീഷും മലയാളം കുഴപ്പമില്ല, ശ്രമിച്ചാൽ പറ്റും. മാത്സ് മാത്രമേ വിളിച്ചിട്ട് പാടുള്ളവർക്ക് ഇച്ചിരി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നുള്ളൂ. ബാക്കി ഒന്നേന്ന് പഠിച്ചാലും തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. സയൻസ് സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ പഠിക്കണം. അതിനാവശ്യമായിട്ടുള്ളതെല്ലാം സയൻസിന് വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം കോഴ്സിലുണ്ട്. കയ്യിലുള്ളവർ അതിലെ മെറ്റീരിയൽ വെച്ച് പഠിച്ചു കൊടുക്കുക. അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം സയൻസ് അവിടെ ഓക്കെ ആയല്ലോ. കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം ലാസ്റ്റിലേക്ക് വരാം. ബാക്കി ഞാൻ ആദ്യം മാറ്റി വെച്ച ആ GK സെക്ഷൻ ഞാൻ എടുക്കുകയാണ്. അതാണല്ലോ നമുക്ക് തീർക്കാൻ പാട്. ഈ GK എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു യഥാർത്ഥ രീതിയിൽ മുഴുവനായിട്ട് സിലബസ് തീർക്കാൻ നോക്കിയാൽ ഇച്ചിരി പാടാണ്. ഇനി ഒന്നേന്ന് പഠിച്ചു തീർക്കാൻ പലരും പല രീതിയിലാണ് പഠിക്കുന്നത്. വീഡിയോ ക്ലാസ്സുകൾ മാത്രം കണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, നോട്ട് മാത്രം വെച്ച് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീഡിയോ ക്ലാസ് വെച്ച് പഠിച്ചു തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. എണ്ണി ചുട്ട അപ്പം പോലത്തെ ഇത്രയും ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇപ്പോൾ കേരള ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ ചാനലിൽ ഫുൾ കേരള ചരിത്രം വീഡിയോ ക്ലാസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ. പക്ഷേ അത് മുഴുവനായിട്ട് കണ്ടു തീർത്ത് പഠിക്കണം തന്നെ ഏകദേശം 11 മണിക്കൂറുകളുണ്ട്. അത് ചില അപ്ഡേറ്റുകളൊക്കെ മന്ത്രിമാരുടെയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ആ ഭാഗം മാറ്റി നിർത്തിയാൽ പോലെ ഒരു 10 മണിക്കൂറിൻ്റെ ടോട്ടൽ സെക്ഷൻ അതിനകത്ത് പഠിക്കണം. ചരിത്രമൊന്നും മാറ്റമില്ലല്ലോ. അപ്പോൾ ആ 10 മണിക്കൂറിന് ഒരു പ്രാവശ്യം കാണാൻ തന്നെ ഈ മണിക്കൂർ പോയി. ഒരു 2-3 പ്രാവശ്യം കാണാൻ തന്നെ എത്ര മണിക്കൂറുകളാണ് നമ്മുടെ അതിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും നമുക്കിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, വീഡിയോ ക്ലാസ് കണ്ട് സമയം കളയാൻ ടൈമില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ എങ്ങനെ പഠിക്കണം? ഇപ്പോൾ നമ്മുടെ കോഴ്സ് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഭരണഘടന ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ക്യാപ്സ്യൂൾ നോട്ടുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കേരള ചരിത്രത്തിൻ്റെ ആണെങ്കിൽ ആ നോട്ട് ഓപ്പൺ ചെയ്യുക, PDF ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ പോയിന്റ് വായിക്കുക. അതിങ്ങനെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ എനിക്ക് ഇങ്ങോട്ട് വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്, ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് വായിക്കുക, അതിൻ്റെ ഒരു എന്താണ് സംഭവം എന്ന് ഐഡിയ ഉണ്ടാക്കുക, 2 പ്രാവശ്യം വായിക്കുക, അടുത്ത സെൻറ്റൻസിലേക്ക് പോവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ജോഗ്രഫിയിലാണെങ്കിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥാപിതമായത് 1983 എന്നൊരു പോയിന്റ് നമ്മൾ വായിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥാപിതമായത് 83 അങ്ങനെ പഠിക്കാതെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കോഡുണ്ട്. നമുക്ക് ഇന്ത്യക്ക് ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് കിട്ടിയത് 1983 ഇന്ത്യ ആദ്യമായി തട്ടേ കയറി കപ്പടിച്ചത് 83 എന്ന് ചുമ്മാ ഒരു സെൻറ്റൻസ് ആ കൂട്ടത്തിൽ ഓർത്താൽ ഇന്ത്യ തട്ടേ കയറി കപ്പടിച്ചു. തട്ടേക്കാട് ആദ്യത്തെ പക്ഷിസംഖ്യം തട്ടേക്കാട് 83 ആ പോയിന്റുകളൊക്കെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ നമ്മുടെ ഹാൻഡ് ബുക്കിലേക്ക് ആ ഒരു പോയിന്റ് തട്ടേക്കാട് 83 നമുക്ക് ആ കോഡ് ഓർമ്മയുണ്ടല്ലോ, അതങ്ങ് എഴുതി വെച്ചാൽ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ആ പോയിൻ്റായി. അടുത്ത പോയിന്റ് നമ്മൾ അങ്ങനെ നോക്കുന്നു. അങ്ങനെ ബുദ്ധിപരമായ ചില പോയിന്റുകൾക്ക് കോഡും ചില പോയിന്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ബന്ധമൊക്കെ ആക്കി പെട്ടെന്ന് പോയിന്റുകൾ വായിച്ച് വലിയ 2 സെൻറ്റൻസ് ഒക്കെ ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ 1-2 വാക്കിൽ നമ്മുടെ ഹാൻഡ് ബുക്കിലേക്ക് എഴുതി അങ്ങനെ തീർത്ത് പോവുക. ഒരു 5 പേജ് പഠിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ മറിച്ച് നമ്മൾ ആ സ്പീഡിൽ ഒരു 50 പേജോ അല്ലെങ്കിൽ പറ്റുന്ന അത്രയും 35 പേജോ ഒക്കെ ആ ലെവലിലേക്ക് സ്പീഡിൽ നമ്മൾ കണ്ടന്റ് തീർക്കാൻ ശ്രമിച്ചാൽ പറ്റും. ഇത് പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇതിനകത്ത്. നമ്മൾ പലർക്കും ഓർക്കും ഇത്രയും പേജ് എനിക്ക് ഒരു ദിവസം മൊത്തം ഇരുന്നാൽ ഒരു 8 പേജ് 9 പേജൊക്കെ തീരത്തുള്ളൂ എന്നോട് പറയുന്ന പിള്ളേരുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് തീർന്നു വരില്ല, പക്ഷേ പയ്യെ നമുക്ക് സെറ്റാവും. ഇതുപോലെ ഭരണഘടനയും ധനതത്വശാസ്ത്രവും എല്ലാം പഠിക്കുക. ഞാനിവിടെ ഒരു ഹാൻഡ് ബുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാനെടുക്കുമ്പോൾ PDF ആണെങ്കിലും ബുക്കാണെങ്കിലും നമ്മളത് വായിച്ച് പഠിക്കാനെടുക്കുമ്പം അത് വായിക്കുന്ന കൂട്ടത്തിൽ നമ്മുടേതായ രീതിയിൽ കുത്തിക്കുറിച്ച് വെക്കാൻ വേണ്ടിയാണിത്. ഇപ്പോൾ ഒരു 50 പേജ് നമ്മൾ പഠിച്ച് നമ്മൾ സെറ്റാക്കി തീർക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് ബുക്ക് ചിലപ്പോൾ ഒരു 1.5 പേജിൻ്റെ കണ്ടൻറ്റ് അതിനകത്ത് നമ്മൾ കുഞ്ഞായിട്ട് ഓരോ പോയിന്റും എഴുതി നമ്മുടേതായ രീതി എഴുതി വരും വരത്തുള്ളൂ. ഇത് റിവിഷൻ ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് മുമ്പ് അനലൈസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മിനിറ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കി നമ്മുടെ കണ്ണിൽ തട്ടിയ പോയിന്റുകൾ പരീക്ഷയ്ക്ക് ചോദ്യം വന്ന് അതേപോലെ എഴുതി ഉത്തരം കൂടുതൽ സ്കോർ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഹാൻഡ് ബുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് എഴുതാൻ. അത് ഒരു ബുക്കിൻ്റെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് പല സബ്ജക്റ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബുക്കാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാൻഡ് ബുക്ക് വെച്ച് നമ്മുടെ ടോപ്പിക്കുകൾ തീർക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഓർക്കുക. ഒരു 10 പേജ് പഠിക്കേണ്ട സ്ഥാനത്ത് കൂടുതൽ പേജുകൾ കവർ ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മുടെ ഇതിനകത്താണെങ്കിലും ഞാൻ കുറച്ച് വീതിയും വിസ്താരമൊക്കെ എടുത്താണ് PDF എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് പെട്ടെന്ന് പേജുകൾ അങ്ങ് തീർത്ത് പോകാൻ പറ്റും. അങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഞാൻ നൽകിയേക്കുന്ന ക്യാപ്സ്യൂൾ PDF നൈസായിട്ട് അങ്ങ് തീർത്ത് പോവുക. അങ്ങനെ ഇത് ഫുള്ളും തീർത്തന്നെ ഏകദേശം നൈസായിട്ടൊരു മാർക്ക് മേടിക്കാൻ എത്ര ആയി? 35 ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 25 തൊട്ട് 30 മാർക്കിനിടയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ ഭയങ്കര നല്ല സ്കോറാണ്. കാരണം നമ്മൾ മറ്റേ സ്ഥലത്ത് അവിടെ
തീർത്ത് വെച്ചേക്കണം. 15 മാർക്കുണ്ട് സയൻസും കമ്പ്യൂട്ടറും, ജീവശാസ്ത്രം 6 മാർക്ക്, പിന്നെ ഭൗതികശാസ്ത്രം, രസതന്ത്രം, കമ്പ്യൂട്ടറും അത് 3 മാർക്ക് വെച്ചാൽ ടോട്ടൽ 15 മാർക്കിന് സയൻസ് നമ്മൾ പക്കായിട്ട് പഠിച്ചു. അത് മാക്സിമം സ്കോർ മേടിക്കാൻ പറ്റണം. പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം നന്നായിട്ട് പഠിച്ചു. 30 മാർക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം, അവിടെ പക്കായിട്ട് നമ്മൾ സ്കോർ മേടിക്കുന്നു. പിന്നെ 20 മാർക്കാണ് കറണ്ട് അഫേഴ്സ് ഫുള്ളായിട്ട് PDF വീഡിയോ ക്ലാസ്സും നമ്മൾ നമ്മുടെ കോഴ്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് വെച്ച് ഡെയിലി കുറച്ചായിട്ട് ഞാൻ ഈ പറഞ്ഞ PDF വായിച്ച് വിടുക. 15 മാർക്കൊക്കെ ചിലപ്പോൾ വരത്തുള്ളൂ, ചിലപ്പോൾ ബാക്കി ആ ഭാഗത്തും GK കയറി ചോദിക്കാം, എന്നാലും കുഴപ്പമില്ല. അതിലെ ഭൂരിഭാഗം മാർക്കും നമുക്ക് മേടിക്കാൻ പറ്റണം. ഈ 65 മാർക്കിൽ ഒരു 55-ന് മുകളിലൊക്കെ നമ്മൾ മേടിക്കുകയും ബാക്കി GKയിൽ ഒരു മാക്സിമം സ്കോർ മേടിക്കുകയും ചെയ്താൽ, ഈ രീതിയിൽ പഠിച്ച് മേടിക്കുകയും ചെയ്താൽ ജോലി കിട്ടുന്ന ഒരു മാർക്ക് നമുക്കായി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ നമുക്ക് പരീക്ഷാ ഹാളിൽ എഴുതി കറക്റ്റായിട്ട് സെറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ഉണ്ട്. അതാണ് ചോദ്യപേപ്പർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പലരും ഓൺലൈൻ ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ മൗസോ അല്ലെങ്കിൽ ക്ലിക്കിങ് മാത്രം വെച്ച് ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് വലിയ ഗുണം നമുക്കില്ല. നമ്മൾ ചോദ്യപേപ്പർ കൈ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരു ബുക്ക് എടുത്ത് വെക്കണം, ഒരു ചോദ്യപേപ്പർ എടുക്കുക, ഒരു 30 മിനിറ്റ് ടൈം നമ്മുടെ വാച്ച് ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക, അതിന് ഉത്തരം അറിയാമെങ്കിൽ അത് 1 നമ്മളൊന്ന് എഴുതി വെക്കുക, 2 നോക്കുക. തിരുത്താൻ നിൽക്കരുത്, കാരണം നമുക്ക് OMR ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ തിരുത്താനൊന്നും പറ്റത്തില്ല. OMR ഒക്കെ മേടിച്ച് പിന്നെ കാശ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വെക്കും പേനയും വെച്ചങ്ങ് എഴുതിയാൽ മതി. അങ്ങനെ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് ഒരു ചോദ്യപേപ്പർ ചെയ്യുക. ചിലപ്പോൾ ആദ്യം 100 ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 15 മാർക്കായിരിക്കും കിട്ടിയത്. ടെൻഷനൊന്നും അടിക്കേണ്ട, ഇത് ചെയ്ത് പോവുക. ഓരോ ദിവസവും ഈ ഒരു രീതിയിൽ ചോദ്യപേപ്പർ മാക്സിമം ചെയ്തു പോകാം. നമ്മുടെ കോഴ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചോദ്യപേപ്പർ ഇടാം. അത് നിങ്ങൾക്ക് അത് നോക്കിയില്ലേ പോലും നെറ്റിൽ നിന്ന് ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് LDC 2024 എന്നൊക്കെ പറഞ്ഞാൽ എടുത്തെടുത്ത് ഒരു ദിവസം അങ്ങ് എടുത്താൽ മതി. ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടണം. നെറ്റ് സെർച്ച് ചെയ്യുന്നതും അതുപോലെ ചോദ്യപേപ്പർ എടുക്കുന്നതും ടെലഗ്രാം സെർച്ച് ചെയ്യുന്ന ചോദ്യപേപ്പർ എടുക്കുന്നതൊക്കെ പാറ്റേൺ നമുക്ക് കിട്ടണം. നമുക്ക് കുറച്ച് മാറ്റം വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം, ഏതൊക്കെ ഭാഗം കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ഭാഗം പരീക്ഷയ്ക്ക് പെട്ടെന്ന് ചെയ്തു പോകണം. ആ ഒരു സാധനം നിങ്ങളുടെ തലയിലേക്ക് കിട്ടും. ചിലപ്പോൾ പരീക്ഷ ഇച്ചിരി പാടാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത് പോയേക്കുന്ന ഈ 50 ദിവസം ഇത്ര ചോദ്യപേപ്പറൊക്കെ ചെയ്തതിൻ്റെ ഒരു മികവിൽ നിങ്ങൾക്ക് നൈസായിട്ട് കൂടുതൽ സ്കോർ നേടാൻ പറ്റും. നിങ്ങൾക്ക് അറിവ് കുറവാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ സ്കില്ലിൽ നിന്ന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചോദ്യപേപ്പർ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഓൺലൈൻ മോക്ക് ടെസ്റ്റ് വലിയ കാര്യമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചോദ്യപേപ്പറും നിങ്ങൾ ചെയ്തു പോവുക. അപ്പോൾ ഈ പറഞ്ഞ കണ്ടൻറ്റെല്ലാം, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ കണ്ടൻറ്റെല്ലാം നമ്മുടെ ക്രാഷ് കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നൽകുന്നുണ്ട്. നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വിവിധ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. GK എന്ന് പറഞ്ഞ 35 മാർക്ക് GK എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിനകത്താണ് ഞാൻ പറഞ്ഞ പോലെ ആ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള എല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് ഇട്ടേക്കുന്ന PDF ആയിട്ടുള്ളത്. ഓക്കെ, അത് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ 15 മാർക്കിൻ്റെ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു ഫോൾഡർ കാണും. അതിനകത്ത് സയൻസിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും നോട്ട്സും SCRTയും എല്ലാത്തിനെയും ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മിസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങളത് പഠിച്ച് സിലബസ് തീർക്കുക. മാത്സ് ഇംഗ്ലീഷ് മലയാളം 30 മാർക്കിൻ്റെ വേറൊരു ഫോൾഡർ ഉണ്ട്. അവിടെ വീഡിയോ ക്ലാസ്സും നോട്ട്സും കംപ്ലീറ്റ് ആയിട്ട് ഈ 3 സെക്ഷൻ്റെ അവൈലബിൾ ആണ്. 20 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് വെച്ച് പഠിച്ചാൽ പക്കായാണ് കറണ്ട് അഫേഴ്സ്, PDF സഹിതമുണ്ട്. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ GKയുടെ കാണണമെന്നുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ GKയുടെ ഹോട്ട് ടോപ്പിക് റെക്കോർഡഡ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് GKയിലെ പ്രധാനപ്പെട്ട ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും അതുപോലെ കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഹോട്ട് ടോപ്പിക്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ ലെങ്ത് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ട് പഠിക്കേണ്ടവർക്ക് ആ രീതിയിൽ അതും ഉപയോഗിക്കാം. PDF വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കണ്ടൻറ്റ് നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. ഇത് മേടിച്ച് ഇന്ന് തൊട്ട് ആത്മാർത്ഥമായിട്ട് പക്കയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസം നന്നായിട്ട് മെനക്കെട്ടാൽ ഈ പരീക്ഷ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതി അടുത്ത വർഷം ഈ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം വരുമ്പം ജോലി കിട്ടി അല്ലെങ്കിൽ റാങ്കിൽ നല്ല റാങ്ക് ഉണ്ട് എന്ന് എന്നോട് പറയുന്ന വ്യക്തികളിൽ ഒരാൾ നിങ്ങളാകാം. ഒരുപക്ഷെ ഈ വീഡിയോ ഇത്രയും നിങ്ങൾ കാണാൻ തന്നെ കാരണം ഈ ജോലി നിങ്ങൾക്ക് വേണ്ടി ഒരു വിധിക്കപ്പെട്ട ഒന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ജീവിതത്തിലെ മാറ്റം വരുത്താൻ പോകുന്നൊരു വീഡിയോയും കൂടി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും ലെങ്ത് വരെ ഇവിടം വരെ ഈ വീഡിയോ കണ്ടത്. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് മേടിച്ച് പക്കായിട്ട് ഇത് വെച്ച് പഠിച്ചോളുക. ഇനി കയ്യിൽ മെറ്റീരിയൽ എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ മതി. എന്തായാലും ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.